നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു ദിവസം എത്ര പരസ്യങ്ങൾ കാണുന്നുണ്ടാകും? രാവിലെ എണീറ്റ് ഫോൺ തുറക്കുന്നത് മുതൽ രാത്രി TV ഓഫ് ചെയ്യുന്നത് വരെ ആയിരക്കണക്കിന് പരസ്യങ്ങൾ നമ്മുടെ കണ്ണിലൂടെ കടന്നു പോകുന്നുണ്ട്. വെറും ഒരു വിവരം നൽകൽ മാത്രമല്ല പരസ്യങ്ങൾ ചെയ്യുന്നത്, പകരം നമ്മുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും നിയന്ത്രിക്കുന്നുണ്ട്. അത് എങ്ങനെയെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. എമോഷണൽ കണക്ഷൻ. മിക്ക പരസ്യങ്ങളും ഒരു ഉൽപ്പന്നത്തിൻ്റെ ഗുണത്തേക്കാൾ നമ്മുടെ വികാരത്തെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു സോപ്പിൻ്റെ പരസ്യം കാണിക്കുമ്പോൾ അത് വെറുതെ അഴുക്ക് കളയും എന്നല്ല പറയുന്നത്, പകരം അത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നല്ല സൗന്ദര്യവും ആത്മവിശ്വാസവും ലഭിക്കുമെന്നാണ് പറയാതെ പറയുന്നത്. ദ പവർ ഓഫ് റെപ്പറ്റേഷൻ. ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് സത്യമാണെന്ന് വിശ്വസിപ്പിക്കും. കടയിൽ പോകുമ്പോൾ പല ബ്രാൻഡുകൾക്കിടയിൽ നിന്നും നമ്മൾ TV കണ്ട ആ പരിചിതമായ പേർ തിരഞ്ഞെടുക്കുന്നത് ഇതുകൊണ്ടാണ്. കണ്ട് കണ്ട് ഇഷ്ടം തോന്നുക. ഇത് പരസ്യങ്ങളിടയിൽ വളരെ ശരിയാണ്. പിന്നീട് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനം പോലും വേണമെന്ന് തോന്നിപ്പിക്കാൻ പരസ്യങ്ങൾക്ക് കഴിയും. ഒരു പുതിയ മോഡൽ ഡ്രസ്സോ ഫോണോ വന്നാൽ അത് നമ്മുടെ ജീവിതശൈലിയുടെ ഒരു ഭാഗമാണെന്ന് തോന്നിപ്പിക്കാൻ പരസ്യങ്ങൾക്ക് കഴിയും. അതായത് ആ സാധനം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മൾ മറ്റുള്ളവരെക്കാൾ പിന്നിലാണെന്നുള്ള ഒരു തോന്നൽ പരസ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഇത്തരത്തിൽ പരസ്യങ്ങൾ അത് വെറും ഒരു കച്ചവടമല്ല, അതൊരു വലിയ സൈക്കോളജിയാണ്. അതുകൊണ്ട് അടുത്ത തവണ ഒരു പരസ്യം കണ്ട് അത് വാങ്ങിക്കാൻ തുടങ്ങുമ്പോൾ ഒന്ന് ചിന്തിക്കുക, ഇത് എനിക്ക് ശരിക്കും ആവശ്യമാണോ അതോ പരസ്യം കൊണ്ട് ആഗ്രഹിച്ചതാണോ എന്നൊന്ന് ചിന്തിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ബൈ ബൈ.